വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ ഹോളാണ്. ഇന്നത്തെ മീഷോ ഹോളിൽ ഞാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ട്രെൻഡി ആയിട്ടുള്ള ഫുഡ് വെയർസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ആൻഡ് ഓൾസോ അഫോർഡബിൾ ആണ്, റീസണബിൾ പ്രൈസ് ആണ്. സൂപ്പർ അഫോർഡബിൾ അല്ല, സൂപ്പർ ചീപ്പ് ഒന്നല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു പ്രൈസിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പ്രോഡക്റ്റാണ്. കൂടുതൽ ഇൻട്രോ പറഞ്ഞു കിട്ടുന്നില്ല, അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പുള്ള മീഷോ ഹോൾസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആൻഡ് ഓൾസോ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ റീൽസായിട്ട് ഷോർട്സും പിന്നെ റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഫ്ലാറ്റ്സ് ആണ് കേട്ടോ. പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ബ്ലാക്ക് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അടിപൊളി ഒരു ഫ്ലാറ്റ്സ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു, മാഷാഅല്ലാ നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് 300 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തായാലും വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇങ്ങനത്തെ ഫാൻസി ഫുഡ് വെയർസിനൊക്കെ പൊതുവേ നല്ല പ്രൈസ് ആവാറുണ്ട്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് വർത്ത് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനത്തെ റെക്റ്റാങ്കിൾ ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെ ഗ്ലേസിങ് വരുന്ന ലെതർ മെറ്റീരിയലാണ്. ഒരു മിറർ ഗ്ലേസ് അല്ല, എന്നാലും ഏകദേശം ഒരു ഗ്ലേസിങ് വരുന്ന മെറ്റീരിയലാണ്. ആൻഡ് ഇവിടെ കണ്ട കുറച്ചായിരുന്നു, അതെനിക്ക് കിട്ടിയപ്പോഴാണ് കിട്ടുക. പിന്നെ എനിക്ക് റിട്ടേൺ ചെയ്യാൻ തോന്നിയില്ല, ബാക്കിയെല്ലാം അടിപൊളിയല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാൻ തോന്നിയിട്ടില്ല. എന്തോ ഒരു സ്റ്റിക്കറിൻ്റെ ഗമ്മൊക്കെ പോലെ ഉണ്ട് ഇവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ കുറച്ച് കുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഇടാനും കംഫർട്ടാണ്. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പ് ഉണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 6 ആണ്. എനിക്ക് 6 ആണ് സൈസ്, അതായത് 39 കേട്ടോ. അപ്പം ഇത് സിൽവറും വരുന്നുണ്ട്, ലൈക്ക് ഇവിടെ സിൽവർ മെറ്റീരിയൽ വന്നിട്ടുള്ളതുണ്ട്. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റാണ്. പിന്നെ ഇതൊക്കെ ഫാൻസിയാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കെയർ നമ്മൾ കൊടുക്കണം. നല്ല ക്വാളിറ്റിയാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് രീതിയിലും ഇത് യൂസ് ചെയ്യരുത്, നിങ്ങൾക്ക് തോന്നിയ പോലെ ഒന്നും യൂസ് ചെയ്യരുത്. ഈ ഒരു ഫാൻസി ടൈപ്പ് ഫുഡ് വെയർസിന് കൊടുക്കുന്ന കെയറൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കണം. അതായത് വാഷ് ചെയ്യാനൊന്നും പറ്റൂല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. സ്റ്റോണൊക്കെ പറഞ്ഞിട്ട് പോരുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഫസ്റ്റ് ലുക്ക് വന്നിട്ട് അടിപൊളിയാണ്, മാഷാഅല്ലാ. വേണമെങ്കിൽ വാങ്ങിക്കാട്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ സിൽവറും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഫ്ലാറ്റ്സ് ആണ്. ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ഹോട്ട് പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഫ്ലാറ്റ്സ് ആണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് 300 റുപ്പീസേ ഇതിനും പ്രൈസ് വരുന്നുള്ളൂ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ബ്രേഡഡ് ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ക്വയർ ടോ ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് പോകുന്നുണ്ട്, കുറച്ച് കുഷ്യനി ആയിട്ടുള്ള ഫ്ലാറ്റ്സ് ആണ്. ദെൻ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഗ്രിപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഗ്രീൻ കളർ കാണിച്ചിട്ടില്ലായിരുന്നു. സോ ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനത്തെ പോപ്പപ്പ് കളേഴ്സൊക്കെ ആണല്ലോ ട്രെൻഡ്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറും പ്രൊഡക്റ്റൊക്കെ ആണ്. എനിക്കിപ്പോൾ ഇങ്ങനത്തെ കളേഴ്സാണ് ഇഷ്ടം. മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കണ്ടെടുത്തോളം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി യൂസ് ചെയ്തിട്ടുള്ളത് അറിയില്ല കേട്ടോ, ഞാൻ ഇപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തില്ല, ഫ്രഷ് ആണ്. 300 സംതിങ്ങിന് ഇതും ഒരു ബെസ്റ്റ് ബൈ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടും അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ. ഇതൊക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റാണ്. ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് എഗെയിൻ ഒരു ഗ്രീൻ കളർ ഫുഡ് വെയർ ആണ്. ഞാൻ എഗെയിൻ എന്ന് പറയാൻ കാരണം മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു പച്ച കളറുള്ള ചെരുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലാറ്റ്സ്. അപ്പോൾ ഇത് കുറച്ചൊരു ഹീലായിട്ടുള്ളതാണ്, കുറച്ച് ചങ്കി ടൈപ്പാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വാങ്ങിച്ചു. കാരണം എന്താ അറിയോ, മീഷോ നമുക്ക് എപ്പോഴും നൻപാൻ പറ്റില്ല. മീഷോയിൽ ചില പ്രോഡക്റ്റൊക്കെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ പ്രൈസ് ഹൈ ആക്കി ഇടാറുണ്ട്. എനിക്ക് എത്രയോ ചെരുപ്പുകൾ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വിഷ് ലിസ്റ്റ് ചെയ്യും, പിന്നെ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രൈസ് ആവാറുണ്ട്. സോ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു. ഇതിലധികം റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഉള്ള 1-2 റിവ്യൂസിൽ ഒരെണ്ണം ബാഡ് റിവ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 2 കൽപ്പിച്ച് വാങ്ങിച്ചതാണ്. വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കുഷ്യനി ആയിട്ടുള്ള നല്ല കംഫർട്ടാണ്, നല്ല എന്താ പറയുക, അടിപൊളി കംഫർട്ടാണ്, മാഷാഅല്ലാ. ഇവിടെ ബക്കിൾസ് വരുന്നുണ്ട്. ബക്കിൾസ് ഉണ്ടെങ്കിലും നമുക്ക് സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഒരു സൈസ് തന്നെയാണുള്ളത്. ഞാൻ എടുത്ത സൈസ് അഗെയിൻ 39 ആണ്, അതായത് മീഷോയിൽ നോക്കുമ്പോൾ 6 ഇന്ത്യൻ 6 ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ളതാണ്. ബൂട്ട്സിലും പിന്നെ ഒരുപാട് ചെരുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു റബ്ബർ മെറ്റീരിയൽ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ്. സോഫ്റ്റ് ആണ്, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ
നമുക്ക് മനസ്സിലാകുന്നുണ്ട് കുറച്ച് സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇടാൻ. കുറച്ചൊരു ചങ്കി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഫ്രീക്ക് ആയിട്ടുള്ള അടിപൊളി സംഭവമാണിത്. ഇപ്പോൾ പച്ച, റോസ്, ഓറഞ്ച് കളേഴ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഫുഡ് വെയറിൽ. അപ്പോൾ ഇപ്പം ഞാൻ മീഷോയിൽ കൂടുതൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് വെയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നൊന്നും അറിയില്ല, ഞാൻ എന്തായാലും അതാണ് തപ്പുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. ഡ്രസ്സുകളാണോ കാണിക്കേണ്ടത്, അതിൽ ഫുഡ് വെയർ ആണോ കാണിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 or 400 സംതിങ് ആണ്. ആ ഒരു പ്രൈസിന് എന്തായാലും അടിപൊളിയായിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത്. ആൻഡ് ഇതിൻ്റെ ഒരു ബേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബേജും ബ്ലാക്ക് വേറെ ഒരു കളറും ഇല്ല, ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 3 പ്രൊഡക്റ്റേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ. പ്രൊഡക്റ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, മാഷാഅല്ലാ അടിപൊളിയായിട്ടുള്ളതാണ്. പ്രൈസ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പലർക്കും മീഷോന്നൊക്കെ ചെരുപ്പുകൾ വാങ്ങിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും സൈസ് എങ്ങനെയാണ് ചൂസ് ചെയ്യാന്നുള്ളത്. സൈസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ സൈസ് അറിയാം ഓൾറെഡി. ആദ്യമായിട്ട് വാങ്ങിച്ച സമയത്തും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള ചെരുപ്പിൻ്റെ സൈസ് നോക്കിയിട്ട് ഗൂഗിളിൽ നോക്കി, അതായത് 39 എന്നുള്ളതിൻ്റെ സൈസ് എങ്ങനെ INDയിൽ വരികയെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് അപ്പോൾ സൈസ് ചാർട്ട് വന്നു, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 6 ആണെന്നുള്ളത്. ആ ഒരു രീതിക്കാണ് ഞാൻ ഇതുവരെ ഫോളോ ചെയ്തത്. ഇനിയിപ്പോൾ ചില പ്രൊഡക്റ്റിൻ്റെ താഴെ ഉണ്ടാവും സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ കാക്കത ഇടുന്ന വന്നത് വിഷ്വല് IND സൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 39, 40 അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സൈസുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. 39 ആണെന്നുണ്ടെങ്കിൽ 6 ആയിരിക്കും IND സൈസ് വരുന്നത്. പിന്നെ IND സൈസ് 4 ആണെന്നുണ്ടെങ്കിൽ, അല്ല IND സൈസ് 5 ആണെന്നുണ്ടെങ്കിൽ 38 അങ്ങനെ കേട്ടോ സൈസിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ മീഷോ ഹോൾസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.